അനങ്ങിപ്പോരുത്. ഇതല്ലേ ചെമ്പകശ്ശേരി തറവാട്? അതെ. എന്ത് വേണം? ഇവിടെ ഒരു വാളിരിപ്പില്ലേ? അതിങ്ങെടുക്ക്. എനിക്കറിയില്ല. എടി, ആ വാൾ എവിടെ ഇരിക്കുന്നു പറയാൻ. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? മിസ്റ്റർ ചെമ്പകരാമൻ തമ്പിയല്ലേ? അതെ. മകൾ എന്റെ കസ്റ്റഡി തന്നെ ഉണ്ട്. കഴിവതും വേഗം വാളുമായി വന്നാൽ മകളെ കൊണ്ടുപോകാം. ദ്രോഹികളെ, നിരപരാധിയായി എന്റെ മകൾ നിങ്ങൾക്ക് എന്ത് ദോഷം ചെയ്തു? കാര്യവിചാരണയ്ക്ക് സമയമില്ല. എന്റെ പൊന്നച്ച, വേഗം വന്നിനെ രക്ഷിക്കൂ. പുറത്തു പറയുകയോ പോലീസിൽ അറിയിക്കുകയോ ചെയ്താൽ മകളുടെ ശവം പോലും കാണില്ല. മനസ്സിലായില്ലേ? ഇന്നലെ വരെ തറവാടിന്റെ അഭിമാന സ്തംഭമായിരുന്ന ഈ പൊന്നുടവാൾ ഇന്നെന്റെ കൊലവാളായി മാറിയല്ലോ ശ്രീ പത്മനാഭ. കിട്ടാനുള്ളത് കിട്ടിയില്ലേ? ഇനിയെങ്കിലും ഞങ്ങളെ വിടൂ. അത്രയ്ക്ക് തിടുക്കായ പുറത്തു പോയി പോലീസിൽ അറിയിക്കാനുള്ള അടവാണല്ലേ? ചതിയും വഞ്ചനയും ചെമ്പകശ്ശേരി തറവാട്ടുകാർക്ക് അറിയില്ലടാ. ഇയാളെ നമുക്ക് വിട്ടാലോ? വിവരക്കേട് പറയാതെ. ഇത് യഥാർത്ഥ വാളാണെന്ന് അറിയുന്നവരെ ഇവനും നമ്മുടെ കസ്റ്റഡിയിലിരിക്കട്ടെ. ചതി, കൊടും ചതി. ഉടവാളും വാങ്ങി ഞങ്ങളെയും നശിപ്പിക്കാനുള്ള അടവാണല്ലേ എന്റെ ശ്രീപത്മനാഭ. അങ്ങനെയാണ് ഞങ്ങൾ ഈ കാട്ടിൽ വന്നു പെട്ടത്. ഗവേഷകന്മാരായ ശാസ്ത്രജ്ഞന്മാരാണെന്നുള്ള ഭാവത്തിൽ അവരിപ്പോഴും ആ മൂപ്പന്റെ അതിഥികളായി കഴിയുകയാണ്. അവന്റെ ആദിത്യമൊക്കെ അവസാനിക്കാറായി. വാളിലുള്ള രേഖകൾ മനസ്സിലാക്കിയാൽ അവരാ നിധി എടുക്കും. കാര്യം അറിയാതെയാണെങ്കിലും അതിലൊരു വാൾ ഞാൻ അടിച്ചേർപ്പിച്ചു. ഒരു വാളുകൊണ്ട് അവനൊന്നും ചെയ്യാനാവില്ല. അവൻ എന്ത് ചെയ്യുന്നു കാണാം. മാലിനി, മതി. ഇനി നാളെ. അങ്ങനെ സൂത്രത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഞാൻ വിടില്ല. മാലിനി, എനിക്ക് നിങ്ങളെ വിട്ടുപോകാനേ തോന്നില്ല. ഇനി ഒരു ദിവസം ആട്ടെ എന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെയോ ഒത്തിരി ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അതിന് അറിയേണ്ടൊന്നും പറഞ്ഞില്ലല്ലോ. നിധിയുടെ കാര്യമാണോ? അത് മാത്രം മാലിനി പറഞ്ഞില്ല. നിധി ഇരിക്കുന്ന സ്ഥലം ഇതുവരെയായിട്ടും കണ്ടില്ലേ? അതും ഇടയ്ക്കങ്ങ് പിണങ്ങിയോ? ഈ കോപം കാണാൻ എന്ത് രസമാണെന്ന് അറിയാമോ? മാലിനി, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ നിധിയുടെ വിവരം ഇന്നെനിക്കറിയണം. അവസരം വരുമ്പോൾ ഞാൻ തന്നെ ആ നിധി എടുത്ത് ഈ കൈ തരും. മാലിനി, പേടിച്ചു പോയല്ലോ. എന്തിനാ പേടിക്കുന്നത്? കയ്യിലല്ലേ പിടിച്ചത്, ഞാനല്ലേ അടുത്ത് നിൽക്കുന്നത്. വഴി മാറാൻ ഞാൻ പോട്ടെ. നിക്ക് അങ്ങനെ അങ്ങ് പോയാലോ? ചേട്ടോ, ഇതൊരു വലിയ ശല്യമായല്ലോ. എനിക്കൊരു ശല്യവും ഇല്ല. നിക്കേ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ എന്റെ കാമുകനെ കാണാൻ പോയി. അത് കളാ ഞാനല്ലേ കാമുകൻ. ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു.